കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് മസാല ബോണ്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല ശരിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞതുണ്ട്, അതിട്ട് കൊടുക്കാം. സവാള വേഗം വഴന്നു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും പച്ചമുളക് ഇതെല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി നല്ലോണം മൊരിച്ചെടുക്കാം. നമ്മുടെ മസാലക്കൂട്ടൊക്കെ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊണ്ട് കളഞ്ഞ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിൽ നല്ലോണം മസാലയും കൂടി മിക്സാക്കാം. ഉരുളക്കിഴങ്ങും മസാലയും കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ കയ്യിലോണ്ട് തന്നെ ഇങ്ങനെ അമർത്തിയാൽ മതി. ഉപ്പ് നോക്കി ഉപ്പ് പാകത്തിന് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ മസാല ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കി പൊരിച്ചെടുക്കാനായിട്ടുള്ള ബാറ്ററി ശരിയാക്കാം. അതുവരെ ഇത് ചൂടാറട്ടെ. നമുക്കിനി ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം. വെള്ളം കൂടാൻ പാടില്ല, അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് ബാറ്റർ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ ബോളുമ്മ പിടിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിൽ ബാറ്റർ തയ്യാറാക്കാം. ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടി വേണം. ഈ പരുവത്തിലാക്കിയിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ ഇപ്പോൾ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. നമുക്കിനി ഓരോ ബോളുകൾ ഈ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ബാറ്റർ എല്ലാ വശത്തോട്ടാക്കുക. നമുക്കിനി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് നമുക്ക് അധികം വേവിക്കാനില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് വേഗം മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിതൊരു ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കാം. ഇത് എടുക്കാറായിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഉള്ളി ചമ്മന്തി കൂട്ടി വേണം ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടെ ഉള്ളി ചമ്മന്തി നമുക്ക് റെഡിയാണ്. വളരെ സ്വാദിഷ്ടമായ വിഭവം തന്നെയാണ്. എസ്പെഷ്യലി ആ മസാല നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയോട് കാണാം. അതുവരെ ഗുഡ് ബൈ.